ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 10 ഇല തോരനാണ്. കർക്കിടക മാസമായാൽ 10 ഇല തോരനും കർക്കിടക കഞ്ഞിയുമില്ലാത്ത എന്ത് കർക്കിടക മാസം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസം തന്നെയാണ് നമ്മുടെ കർക്കിടക മാസം. നമ്മൾ 10 ഇല തോരൻ വയ്ക്കാനായിട്ട് എടുക്കുന്ന ഇലകളിൽ മുരിങ്ങയില ഒഴിച്ച് ഒരുവിധപ്പെട്ട എല്ലാ ഔഷധ ഗുണങ്ങളുള്ള ഇലകളും എടുക്കാറുണ്ട്. മുരിങ്ങയില കർക്കിടക മാസത്തിൽ എടുക്കാറില്ല. അതിൻ്റെ കാരണങ്ങൾ പലത് പറയുന്നുണ്ട്. എന്നാലിപ്പോൾ കർക്കിടക മാസത്തിലും മുരിങ്ങയില കഴിക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ 10 ഇല തോരനിൽ മുരിങ്ങയില ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കാണിക്കുന്ന 10 ഇലകളിൽ 7 എണ്ണം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കിട്ടുകയാണെങ്കിൽ മാക്സിമം എടുക്കുക. 3 എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ ഇലയാണ്. ഇവിടെ നല്ല മഴയാണ്, എന്നാലും നമുക്ക് ചേമ്പില എടുക്കാനായിട്ട് പോകും. എല്ലാ ഇലയും എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല, എടുത്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. നമ്മുടെ ചേമ്പിൻ്റെ തളിരില നോക്കി നമുക്ക് എടുക്കാം. വലിയ ഇല എടുക്കേണ്ട ആവശ്യമില്ല, എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ചേനയാണ്. ചേനയുടെയും നമ്മൾ ഇല എടുത്തിട്ടുണ്ട്. ഇത് ചേമ്പിൻ്റെ ഇലയാണ്. മുകളിലിരിക്കുന്ന ചേനയുടെ ഇല എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ മൂന്നാമതായിട്ട് എടുത്തത് ചൊറിയണമാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ ചൊറിയണം എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ കൊടിത്തൂവെന്നോ കടിയൻ തുമ്പയെന്നോ ഒക്കെ പറയാറുണ്ട്. ഇത് നമ്മൾ ആദ്യം ഉപയോഗിക്കത്തൊന്നുമില്ലായിരുന്നു. ഇതെടുത്താൽ ചൊറിച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇത് നമ്മൾ അങ്ങാടി കടയിൽ കൊണ്ട് കൊടുത്താൽ നല്ല വില കിട്ടുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് എടുത്ത് കളയാറുണ്ടായിരുന്നു, ഇപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തെടുത്തിരിക്കുന്നത് നമ്മുടെ വെള്ളച്ചീരയാണ്. ഇവിടെ മഴയായതുകൊണ്ട് തന്നെ പുള്ളിയൊക്കെ വീണിട്ടുണ്ട്. കേടുപാടുകൾ വന്ന ഇലകളെല്ലാം നമുക്ക് മാറ്റി നല്ല ഫ്രഷ് ഇല നോക്കിയെടുക്കാം. ഈ ചീരയ്ക്ക് പകരം നിങ്ങൾക്ക് വേലി ചീരയോ അരുണോദയം ചീരയോ പൊന്നാരി വീരൻ ചീരയോ മൾബറിയിലയോ കൊടങ്ങലിലയോ അങ്ങനെയൊക്കെ എടുക്കാവുന്നതാണ്. തകരയില കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എടുക്കുക. എനിക്കിപ്പോൾ തകരയില കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ എടുത്തത് സാമ്പാർ ചീരയാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഇല എടുക്കുമോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തത് തഴുതാമയുടെ ഇലയാണ്. ഇതിൻ്റെ എല്ലാം തഴുതാമയുടെയും മൾബറി ഇലയുടെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കുക. ഇനി വേണ്ടത് കുമ്പളത്തിൻ്റെയും മത്തൻ്റെയും ഇലയാണ്. ഇത് രണ്ടും കാണാൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. കുമ്പളത്തിൻ്റെ ഇലയിൽ ചെറിയ മുള്ളുകളായിട്ട് വരും, മത്തൻ്റെ ഇലയിൽ അതില്ല. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മത്തൻ്റെ ഇല കുറച്ചുകൂടെ വലുതായിരിക്കും. ഇനി അടുത്തെടുക്കുന്നത് കോവയ്ക്കയുടെ ഇലയാണ്. കോവയ്ക്കയുടെ ഔഷധ ഗുണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇനി എടുത്തത് പയറിൻ്റെ ഇലയാണ്. നമ്മുടെ വള്ളിപ്പയറില്ലേ, ആ പയറിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഈ പയറിൻ്റെ ഇലയ്ക്ക് പകരമായിട്ട് നമുക്ക് മൾബറി ഇലയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി എടുക്കുന്നത് നമ്മുടെ പാവയ്ക്കയുടെ ഇലയാണ്. ഇതൊരു 2 or 3 എടുത്താൽ മതി. എത്രത്തോളം ക്വാണ്ടിറ്റി വേണമെന്ന് കേട്ടാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. മൾബറി ഇല കൂടുതലെടുക്കാം, അല്ലെങ്കിൽ പയറിൻ്റെ ഇല കൂടുതലെടുക്കാം, മത്തൻ്റെ ഇല കൂടുതലെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഈ പറയുന്ന 10 ഇലകൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ചേന, ചേമ്പ്, ചൊറിയണം, മത്തൻ, കുമ്പളം, തഴുതാമ, സാമ്പാർ ചീര, ബാക്കിയുള്ളതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ട് വരാം. ചൊറിയണം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലൗസോ ഒരു കവറോ കയ്യിൽ കെട്ടിയിരുന്നാൽ ഇത് ചൊറിച്ചിൽ വരത്തില്ല. നമ്മൾ ചൊറിച്ചിൽ വന്നാൽ പോലും ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഇലയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇലകളിൽ ധാരാളം കാൽസ്യം സമ്പുഷ്ടമാണ്. സന്ധിവേദനകൾക്കും എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹരിക്കാം. അടുത്ത് നമുക്ക് തഴുതാമയുടെ ഇല മാത്രം അടർത്തിയെടുക്കാം. ഇതിൻ്റെയും തഴുതാമയുടെയും ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേമ്പ്, ചേനയൊക്കെ ഇതേപോലെ നമ്മൾ അതിൻ്റെ നാരുകൾ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ കായൊക്കെ അവിയൽ വയ്ക്കുന്ന നേരത്തെ കായൊക്കെ നമ്മൾ അതിൻ്റെ തൊലി മാറ്റുമല്ലോ, അപ്പോൾ അതേപോലെ നമ്മളത് ഇതേപോലെ ഒന്ന് ഉരിഞ്ഞെടുക്കണം. ഈ ചേനയുടെയും ചേമ്പിൻ്റെയും മത്തൻ്റെയും കുമ്പളങ്ങയുടെയും ഇല ഇതേപോലെ നമ്മൾ ആ നാര് വലിച്ചെടുത്തതിന് ശേഷം മാത്രമേ 10 ഇല തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. മത്തൻ്റെ കുമ്പളത്തിൻ്റെ തോരൻ ഇട്ട സമയത്ത്, വീഡിയോ ഇട്ട സമയത്ത് നമ്മളിത് കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്നത്. പയറില കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പയറില കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുകയും
നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം ക്ലീനാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കർക്കിടക മാസത്തിൽ കറികളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ തോരത്തിന് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ചതച്ചെടുക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് വറുക്കാനായിട്ട് ഉഴുന്നെടുക്കുന്നുണ്ട്. ഉഴുന്നിന് പകരം അരി എടുക്കാം. ഉഴുന്നും അരിയും കൂടി മിക്സ് ചെയ്തും ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഇഷ്ടമില്ലാത്തവർക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇനി കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുഞ്ഞുള്ളി പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തോരത്തിന് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടത് വഴറ്റിയെടുക്കാം. ചേമ്പിൻ്റെ ഇല ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നു. ചേനയില പോഷകങ്ങളുടെ കലവറയാണ്. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, ഇരുമ്പ്, ഫോസ്ഫറസ് ഇതെല്ലാം അടങ്ങിയ ഒരു ഇലയാണ് നമ്മുടെ ചേനയില. കുഞ്ഞുള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അരപ്പും ഒന്ന് അനന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലകളെല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. തഴുതാമ ഇലയാണെങ്കിൽ പിത്തം, ചുമ, നീര്, പനി തുടങ്ങിയ അസുഖങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് തഴുതാമ. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ച് വയ്ക്കാതെയും വേവിക്കാം. ഒരു 5-7 മിനിറ്റോളം വേവിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ചൊറിയണം ചേർത്താൽ നമ്മൾ തോരൻ വെച്ചാലും കടിക്കില്ലേന്ന്. നല്ലതുപോലെ ഇലകൾ വെന്താൽ ചൊറിയണം കടിക്കില്ല. നമ്മൾ ഒരുപാട് ചൊറിയണത്തിൻ്റെ ഇല ചേർത്തിട്ടില്ല. ചേമ്പിൻ്റെ ഇലയും ചേനയുടെ ഇലയുമാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചൊറിയണത്തിൻ്റെ ഇല കുറച്ച് ഉപയോഗിച്ചിട്ട് ബാക്കി ഇലകൾ കൂടുതൽ ചേർത്താൽ അല്ലെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ ചൊറിച്ചിൽ വരത്തില്ല. നമ്മൾ വേവിക്കാതെയൊക്കെ കഴിക്കുകയാണെങ്കിലാണ് ചെറിയ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത്. ആദ്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നല്ലതുപോലെ ഇത് ഇല വെന്ത് കഴിഞ്ഞാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മുടെ തോരനൊക്കെ ഏതാണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു 1-2 മിനിറ്റ്. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കാതെയും വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാനിൽ അടിയിലൊന്നും പിടിക്കില്ല. തോരൻ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഈ ചൊറിയണത്തിൻ്റെ ഇല മാക്സിമം ഒഴിവാക്കാതിരിക്കുകയാണ് നല്ലത്. ഇവയുടെ ഇല ദേഹത്ത് സ്പർശിച്ചാൽ അസ്വസ്ഥതകളും ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമെങ്കിലും ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടുന്ന ടോക്സിനുകളാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഈ ടോക്സിനുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ചൊറിയണത്തിൻ്റെ ഇല വളരെയധികം സഹായിക്കുന്നുണ്ട്. കിഡ്നി, ലിവർ ഇവയൊക്കെ ശുദ്ധീകരിക്കാനും ഇതിൻ്റെ ഇലകളിൽ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. പാവയ്ക്കയുടെ ഇല നമ്മൾ 2-3 ചേർത്തുകൊണ്ട് ചെറിയൊരു കയ്പ്പുരസമുണ്ട്. എന്നാൽ കുഞ്ഞുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് സൂപ്പറാണ്. കർക്കിടക കഞ്ഞിയും നമ്മുടെ ഈ പത്തില തോരനും എല്ലാവരും തയ്യാറാക്കി കർക്കിടക മാസത്തിൽ കഴിക്കുക. എല്ലാവരും ഇതേപോലെ തോരനൊക്കെ തയ്യാറാക്കി കഴിക്കുക. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.